വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം കൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കലികാലം കണ്ടാലൊരു കോലം ഇടിവെട്ട് തിളങ്ങണ നേരം ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനിവൻ അയ്യോ വെറും പാവം ഇവൻ എമ്മൈറ്റി മൂസ ഇവൻ എമ്മൈറ്റി മൂസ ഇവൻ എമ്മൈറ്റി മൂസ വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം പൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കലികാലം അരവയർ നിറക്കാൻ കുടുകുടു ശകടം ഓടാത്ത വഴിയൊന്നുമില്ല പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല ഒരു മുഴങ്ങാവും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ അയ്യോ കറങ്ങണ്ണ് ദുനിയാവ് കൂടെ ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിച്ചപ്പം അതിശയൻ എമ്മൈറ്റി മൂസ ഇവൻ എമ്മൈറ്റി മൂസ 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 ആൻഡേ അന്നോട് നമ്മളൊരു 100 പ്രാവശ്യം പറഞ്ഞിരിക്കണേ നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മളങ്ങനെ വിളിച്ച് ശല്യം ചെയ്യരുതെന്ന്. ഓ കോടികളെ ബിസിനസ് അല്ല നിങ്ങൾ ചെയ്യണത്. ഈ കാര്യം പറയും പാത്തുവോ നമ്മള് നോക്കണ്ടല്ലോ ഫുൾ A+ പഠിച്ചോനെ ഓള് ബി പോസിറ്റീവ് അല്ലേനിയോ? ഓ ചോരേന്റെ കാര്യല്ല +2 റിസൾട്ട് വന്നിക്കണേ എല്ലാത്തിലും നമ്മള് നോക്കി A+ ആണ്. ആണോ? ബയോളജിക്കും ഫിസിക്സിനും കെമിസ്ട്രിക്കും എല്ലാത്തിനും ഒക്കെ 90ന്റെ മുകളിൽ മാർക്ക് ഉണ്ട്. ആണോ? അത് ഉത്സാഹായിക്കണേ 90ന് മേലെയാ. നിങ്ങൾ ഞാൻ പറയുന്ന കേക്ക് നിങ്ങൾ വരുമ്പോണ്ടല്ലോ കുറച്ച് ലഡു വാങ്ങി വരണം. ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കണം, ചാലിക്കാർക്ക് കൊടുക്കണം, എടോൽത്തണ്ടിക്കാർക്ക് കൊടുക്കണം, പ്രത്യേകിച്ച് അമ്നാട്ടുകാർക്കും കൊടുക്കണം. ഓളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചാ ഞമ്മള് പഠിച്ച് ജയിച്ചോ ഓള്. അതിന് ഞമ്മക്ക് ഇങ്ങോട്ടല്ലേ ലഡു തരണ്ടേ? ഓ എന്നാ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരി. ഞമ്മക്ക് എല്ലാവർക്കും ഓരോരോ പുരയിൽ പോയിട്ട് തണ്ട. ഞമ്മളെ മോള് +2 എല്ലാത്തിനും A+ വാങ്ങിക്കണേ. ലഡു തെരി ലഡു തെരി ലഡു തെരി എന്നിട്ട് ഒന്ന് വെച്ച് പോടി അവിടുന്ന്. ഉപ്പാന്റെ A+ കുട്ടിക്ക് ലഡു. അടുത്തോ ഞാൻ 10 കൊടുത്ത ലഡു. ഒരു മീന്റെ നാട്ടുണ്ടല്ലോ അല്ലേ മോനെ? തിന്നിട്ട് അങ്ങോട്ട് വന്നേക്ക്. പറ്റൂല. ഇനി മുതൽ നമ്മള് മീൻ കച്ചവടം നിർത്തി അത്ര കച്ചവടത്തിന് പോവാ. എന്തേ ഈ ലഡു എടുത്തിട്ട് അയൽപ്പക്കത്തെ ആൾക്കാരുടെ അണ്ണാക്കിലേക്ക് തിരികെ കൊടുക്കി ചെല്ല്. ഉപ്പ നമുക്ക് ഇത്താന്റെ ഫ്ലക്സ് വെക്കാം. എന്തിനാ? അല്ല ഫുൾ A+ കിട്ടിയില്ലേ, അതൊക്കെ ഇപ്പൊ എല്ലാരും വെക്കണാണ്. അതിന് കുറച്ച് കായാവൂലേ? പൈസ ഒന്നും ഓർത്ത് ഉപ്പ വിഷമിക്കണ്ട. മുഴുവൻ A+ കരസ്ഥമാക്കിയ റസിയാക്ക് അഭിനന്ദനങ്ങൾ. ന്യൂ ജനറേഷൻ സിനിമ ഫാൻസ് അസോസിയേഷൻ വെങ്ങേരി. എന്നാ പിന്നെ ഞമ്മളെ ഫ്ലക്സ് കൂടി വെക്കണോ? A+ കിട്ടിയപ്പോ ലഡു വിതരണം ചെയ്ത എമ്മൈറ്റി മൂസക്ക് അഭിനന്ദനങ്ങൾ നിറഞ്ഞിട്ട്. അങ്ങനെ എന്റെ പേര് പറഞ്ഞു ഇവിടെ ആരാളാവും നിൽക്കണ്ട. ഫ്ലക്സും വേണ്ട, ഒരു മണ്ണാങ്കട്ടിയും വേണ്ട. കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ച ഞാനാ. എനിക്കെന്ത് വാങ്ങി തന്നാ? എനിക്ക് പെന്നാ മാണ്ടിയായി. ഉപ്പാന്റെ A+ കുട്ടിക്ക് എന്താ മാണ്ടിയായി? സുഖിപ്പിക്കലൊക്കെ മതി. ഞാനേ ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറയാം. പിന്നെ എനിക്ക് LLBക്ക് പഠിക്കണം എന്നാ വലിയ മോഹം. അതിനിപ്പോ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. ക്ലാപ്പോ? ക്ലാപ്പ് അല്ല ഉപ്പ, ക്ലാറ്റ് എന്ന് പറഞ്ഞാല് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. വക്കീല് പഠിത്തം പഠിക്കണേ. ഈ എൻട്രൻസിൽ നല്ല മാർക്കോടെ പാസ്സാവണം, എന്നാ LLB കിട്ടും. അതിന് വക്കീലാണ് ഞാൻ. മിണ്ടരുത്, എഞ്ചിനീയറിംഗിന് പോയാ മതി. ഞാൻ പണ്ടേ തീരുമാനിച്ചതാ. ഉമ്മ ആരോട് ചോദിച്ചിട്ട് അതൊക്കെ തീരുമാനിക്കുന്നേ? അത് നേരാ.
ഓൾ എന്ത് പഠിക്കണം ഓളല്ല തീരുമാനിക്കണേ. അന്നോട് ആരാ പറഞ്ഞ തീരുമാനിക്കാൻ? ഓളോട് ചോദിച്ചിട്ടാണ് ഞാൻ ഓളെ പറ്റത്. അത് നേരാ. അമിഞ്ഞാട്ട മോളി എന്റെ കുട്ടി ഓൻ എഞ്ചിനീയറിംഗിനാണ് പഠിക്കണത്. പനമ്പിക്കുന്നിലെ മെഹറുത്താത്തന്റെ മോള് ഷാനില്ലേ, ഓളും എഞ്ചിനീയറിംഗിനാണ് പഠിക്കണത്. ഇവള് എഞ്ചിനീയറിംഗിന് പോയില്ലെങ്കിൽ അത് നാണക്കേടാവും. ഇവള് എഞ്ചിനീയറിംഗിനെ വിടൂന്ന് ഞാൻ ഓളോടൊക്കെ പറഞ്ഞു പോയിക്കേ. ഇനി മാറ്റാൻ പറ്റൂല. കാണാം ഉമ്മ, എന്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാ. ഇങ്ങോട്ട് നോക്കേ, ഇതൊലക്ക പിടിക്കണ കയ്യാണ്. ഒന്നങ്ങോട്ട് തന്നാണ്ടല്ലോ. മീൻ പറഞ്ഞ കയ്യാ ഇതൊന്നും തന്നാണ്ടല്ലോ. നാറു ആ നാറു. അല്ല ഇതേത് സിനിമയിലെ ഡയലോഗ് ആണല്ലോ. ആണോ? ഓൾഡ് ജനറേഷൻ പടമുണ്ട്, പേരോർക്കുന്നില്ല. അല്ല ഉമ്മ എന്താ പറഞ്ഞിട്ടാ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞ് തുള്ളുന്നേ? എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ എന്താണെന്ന് ഉമ്മക്ക് അറിയോ? അത് പിന്നെ വലിയ 7 പോലത്തെ സ്റ്റൈല് വെച്ചിട്ട് കോമ്പസും ഒക്കെ ആയിട്ട് കുത്തി വരയ്ക്കണ ഒരു പഠിത്തോ അതന്നെ. അതൊക്കെ അറിയാം മോളെ കേട്ടോ. നല്ല ബോധം. എന്റെ ഉമ്മ, എഞ്ചിനീയറിംഗ് എനിക്ക് ഇഷ്ടല്ല, ഞാൻ പഠിക്കൂല. എനിക്ക് LLB മതി. അന്റെ LBW ഒന്നും ഇവിടെ പറ്റൂലേ. എന്റെ പൊന്ന് പാത്തുവോ, ഓൾക്ക് ഇഷ്ടമല്ല പഠിക്കട്ടെ. അയിലതൊന്നും അനക്ക് നാവ് ചൊറിയല്ലോ. അനക്ക് അയിലിഷ്ടാണോ? ഇല്ല. ആ അങ്ങനെ തന്നെയാണ്. അനക്ക് അയിലിഷ്ടല്ലാത്ത പോലെ ഓക്ക് എഞ്ചിനീയറിംഗ് ഇഷ്ടല്ല. മനസ്സിലായോ? ഓ നിങ്ങക്ക് നാണെട്ടോ മനുഷ്യ. ഒരു ഉപമ അയില് എഞ്ചിനീയറിംഗ് കൂടി. ബോധമുള്ളവർക്ക് കാര്യം മനസ്സിലായിക്കണ്. ഇക്കല്ല ബോധമില്ലാത്തത് ഇങ്ങക്കാണ്. അത് ശരിയാ. ബോധം ഉണ്ടെങ്കിൽ നമ്മളത് കെട്ടൂലേനല്ലോ. സമ്മതിച്ചല്ലോ. ബോധമുള്ള ഞാൻ പറയുന്ന കേക്കുക. എഞ്ചിനീയറിംഗ് മതി. LLB മതി. എഞ്ചിനീയറിംഗ് മതി. LLB മതി. എനിക്ക് ഇത്തിരി മനസ്സമാധാനം മതി. മോളെ ഈ ഉമ്മ പറയണ അനുസരിക്ക്. ചുമ്മക്ക് ഞാൻ കോളേജിൽ പോകുന്ന തീരെ ഇഷ്ടല്ലേനു. അതുകൊണ്ട് എന്താ ഞാനതനുസരിച്ച് ചുമ്മക്ക് സന്തോഷമായി. അപ്പൊ 7ാം ക്ലാസ് തോറ്റോണ്ടല്ല ഈ കോളേജിൽ പോവാഞ്ഞേ. അല്ല മോളെ, ഈ കോളേജിൽ പോണെങ്കിൽ ചുരുങ്ങിയത് 10ാം ക്ലാസ്സെങ്കിലും പാസ്സാവണ്ടേ? അത് വേണം. കോളേജിൽ വിടുന്ന എനിക്ക് ഉമ്മക്ക് ഇഷ്ടമല്ലാത്ത കൊണ്ട് ഞാൻ അതിനനുസരിച്ചുള്ള പഠനേ പഠിച്ചുള്ളൂ. അങ്ങനാണ് നല്ല മക്കള്. ഇല്ലെങ്കിൽ ഞാൻ 10ാം ക്ലാസ് മറ്റേ മങ്ങേനു. എന്ത് ഡയറ്റീഷ്യൻ? ഡയറ്റീഷ്യൻ അല്ല എന്റെ ഉമ്മ, ഡിസ്റ്റിങ്ഷൻ. അങ്ങനെ പറയാ. അതെന്നെ. അല്ല ഓളിപ്പോ വക്കീലാവണ എനിക്കെന്താ? ഞമ്മക്ക് അഭിമാനിച്ചൂടെ? ഞമ്മളെ മോള് ആ വക്കീലിന്റെ കുപ്പായൊക്കെ ഇട്ട് ഒരു കടവാതിൽ പോലെ ഇങ്ങനെ വരുന്ന കാണാൻ ഒരു രസം തന്നെയാ. അത്ര പവറുള്ള കുപ്പായോ ആ വക്കീലിന്റെ കുപ്പായോ? കുപ്പായോ ഒന്ന് വീശി തിരുമ്പണമെങ്കിൽ 4 ആൾക്കാർ പണിയുണ്ട്. പിന്നെ ആകെയുള്ള ഒരു ഉപകാരം എന്തേത്താണെന്ന് വെച്ചാല് മുളകോ മല്ലിയോ ഗോതമ്പോ ഉണക്കാനിട്ടാല് കാക്കേന് ഓടിക്കാൻ പറ്റും. എന്റെ പ്രൊഫഷനെയോ യൂണിഫോമിനെയോ അപമാനിച്ചാലുണ്ടല്ലോ. അപമാനിക്കൂ. ഈ കൊണ്ടുപോയിട്ട് കേസ് കൊടുക്ക്. ഞാൻ വക്കീലാവട്ടെപ്പാ. ഉമ്മാക്കെതിരെ എന്തായാലും ഞാൻ കേസ് കൊടുക്കുമോ? ഫീസ് ഞമ്മള് തരും. കണ്ടോ 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 മോനെ, പാല് കൊടുത്ത് കൈക്ക് കൊത്തണേ. ഞമ്മളെ ചെലവിൽ പഠിച്ചിട്ട് ഞമ്മക്കെതിരെ കേസ് കൊടുക്കുന്ന അവള് പറഞ്ഞത്. ഇവളെ LBW വിടണ്ട മോനെ കേട്ടോ. എഞ്ചിനീയറിംഗിന് എന്നെ വിട്ടാ മതി. എഞ്ചിനീയറിംഗോ LLBയോ എന്ത് കുന്നാലും വേണ്ടില്ല, എനിക്ക് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പഠിക്കണം. അപ്പാരും എന്നോട് എതിര് നിൽക്കാൻ നിൽക്കരുത്. പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടോ? അതേടാണ്? അത് കൊയിലാണ്ടിയില്. എന്റെ പാത്തോ, ഈ പൂന ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയിലല്ലാണ്ട് പിന്നെ എവിടെയാ ഉണ്ടാവുക? അങ്ങനെ അത് ഞാൻ ഇതെന്താ എല്ലാവരും എന്തോ ആലോചനയാണെന്ന് തോന്നുന്നു. സുശീല, LLB വേണോ എഞ്ചിനീയറിംഗ് വേണോ? അതാ അവിടുത്തെ ചിന്ത. അപ്പൊ ഞാൻ വന്നത് നന്നായി. എല്ലാത്തിനും പരിഹാരമായിട്ടാണ് ഞാൻ ഇപ്പൊ വന്നത്. ഫുൾ A+ കിട്ടിയ വിവരമൊക്കെ ഞാൻ അറിഞ്ഞു മോളെ. ചെലവാണ് കേട്ടാ. ലഡു ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു കൊടുക്ക് പാത്തുവോ. എനിക്ക് ലഡു ഒന്നും വേണ്ട. പക്ഷെ ലഡു പൊട്ടുന്ന സംഗതിയായിട്ടാണ് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത്. നമുക്ക് LLBയും വേണ്ട, എഞ്ചിനീയറിംഗും വേണ്ട. നമ്മുടെ കുട്ടിയെ നമുക്കൊരു നേഴ്സ് കുട്ടിയാക്കാം. നമ്മളെ കുട്ടിയോ? അല്ല അനക്കിപ്പോ പണിയാണ്. ഭാവി തലമുറയെ രക്ഷിക്കേണ്ടത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തല്ലേ? അതുകൊണ്ട് +2 കഴിഞ്ഞവർക്ക് അഡ്മിഷൻ എടുത്തു കൊടുക്കുന്ന ഏർപ്പാടാണിത്. മംഗലാപുരം വേണോ, ബാംഗ്ലൂർ വേണോ, മൈസൂർ വേണോ, പൂനെ വേണോ, ഹൈദരാബാദ് വേണോ? എന്ത് നേഴ്സിംഗ് അഡ്മിഷൻ? എനിക്ക് നേഴ്സ് ആകണ്ട. അങ്ങനെ പറയരുത്. നേഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണ്. മാത്രമല്ല IELTS ജയിച്ചാൽ ലണ്ടൻ, അമേരിക്ക, സ്വിറ്റ്സർലാൻഡ്, എന്തിനി ദുബായ്, സൗദി, വടകര, കൊയിലാണ്ടി, കൊച്ചി എല്ലാ സ്ഥലത്തും ജോലി ഉറപ്പല്ലേ? ആണോ? നിങ്ങൾക്ക് കാശ് വാരാം. എനിക്കിപ്പോ ഒത്തിരി കാശ് വാരണ്ടെങ്കിലോ?
അന്നെ പഠിപ്പിക്കാൻ നമ്മൾ ചെലവാക്കുമ്പോ എന്തെങ്കിലും പൈസ ഞമ്മക്കും കിട്ടണ്ടേ? അൽത്താസ് ചെയ്ത് ജയിച്ചിട്ട് വിദേശത്ത് പോയിട്ട് പൈസ വാരി മോളെ. അൽത്താസ് അല്ല, IELTS. സുശീല ഓക്ക് വക്കീലാവനാണ് താല്പര്യോ? അന്റെ അടുത്ത് അതിന്റെ അഡ്മിഷൻ ഉണ്ടോ? വക്കീല് പഠിത്തൊക്കെ ഇപ്പൊ ആർക്ക് വേണം? മോള് നേഴ്സിംഗ് പഠിച്ച് വിദേശത്തൊക്കെ പോകാൻ നോക്ക് മോളെ. അഡ്വാൻസ് ഫീസ് അടച്ചാല് സീറ്റ് ഞാൻ ഉറപ്പാക്കി തരാം. എനിക്ക് ഇന്ത്യയിൽ തന്നെ നിൽക്കാൻ ഇഷ്ടം. ഭാരത് മാതാ കി ജയ്. നമ്മളെ കുട്ടിയാണ് ഈ. അങ്ങനെയാണെങ്കിൽ ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ ഡിഫറൻസ് ഓഫ് ഇന്ത്യ എന്റെ കയ്യിൽ അതിന്റെ അഡ്മിഷൻ ഉണ്ട്. അതെന്താണ് ജേർണലിസോ? ഈ TV ചാനൽ ന്യൂസിന്റെ പരിപാടിയാ. അതൊന്നും വേണ്ട. അതിൽ നല്ല ഏതെങ്കിലും കെട്ടിക്കരയിൽ എന്നിട്ട് ഭർദൂസനം പറയണതാ. ഇപ്പൊ അഡ്മിഷൻ എടുത്താല് ഒരു ഓഫർ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്. ഈ ആഴ്ച ബാംഗ്ലൂരിലേക്ക് 2 AC വോൾവോ ഫ്രീയാ. അടുത്ത ആഴ്ചയാകുമ്പോ അത് നോൺ AC ആവും. താമസിക്കും തോറും ഓഫർ കുറയും. പിന്നെ ബസിന്റെ പുറത്തൊക്കെ അങ്ങനെ കെട്ടിപ്പിടിച്ച് പോകേണ്ടി വരും. അപ്പൊ സുശീലൻ ഇപ്പൊ വിദ്യാഭ്യാസ മാഫിയക്കാരനാ? എന്ത് മാഫിയ? നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ ചെയ്യുന്നു. ഭാവിയുടെ വാഗ്ദാനങ്ങളല്ലേ, നമ്മളാലാവുന്നത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിന്റെ കമ്മീഷൻ അടിക്കാനൊന്നല്ല. ഭാവി തലമുറയെ കുറിച്ചുള്ള ആശങ്ക, അത്രേ ഉള്ളൂ. എന്നാ സുശീലൻ ഒരു കാര്യം ചെയ്യേ, ഈ വീട്ടിലെ ആശങ്ക ആദ്യം തീരട്ടെ. ഇവിടെ ഒരു തീരുമാനം ആയില്ല. LLB എഞ്ചിനീയറിംഗ് തമ്മിൽ ഒരു വടംവലി നടന്നുകൊണ്ടിരിക്കുക. അതിനൊരു പരിഹാരം ഉണ്ടാവട്ടെ. പക്ഷേ നേഴ്സിംഗ് വളരെ നല്ലതാണ്. അത് സുശീലിന് നമ്മളെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കട്ടെ. പിന്നെ ശരി, തീർച്ചയായിട്ടും വേണം. ഓ എന്നാ ശരി. ഭാവി തലമുറയെ കുറിച്ച് ആശങ്കപ്പെടാനും സമ്മതിക്കില്ല. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്ത്? എഞ്ചിനീയറിംഗ് മതി. ഉമ്മ